ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ തൊണ്ടവേദന അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല കേട്ടോ. ഒരു അസ്വസ്ഥത ഉണ്ട്. കിട്ടിയാൽ പിന്നെ മാറണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അങ്ങനെ ജലദോഷമായി, പനിക്ക് ഇന്നലെയൊക്കെ രാത്രി ഒരു പനിയുള്ള പോലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊരു പനിയുണ്ട്, മേലൊക്കെ വേദന ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് എക്സസൈസോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കണമില്ല, വീഡിയോ നടക്കണില്ല. വെയിറ്റ് ലോസ് ചലഞ്ച് നിർത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെയൊക്കെ, വീഡിയോ ഇടാനില്ലാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിൽ 2 ദിവസം പോയ അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുത്തു. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ലാത്ത പോലെ, എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യാനുള്ളൂ എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു ഡേ ലൈഫ് പോലെ അങ്ങോട്ട് എടുക്കാം. ഏതായാലും പിന്നെ മുഴുവനാവുമെന്നൊന്നും അറിയില്ല, കാരണം എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പനിക്കണ പോലെ ഉണ്ട്. ഒന്നും ഇടാതൊക്കെ ഉണ്ടല്ലോ, വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ചെയ്യണമില്ല. ഒന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് രാവിലെ തന്നെ സ്റ്റാർട്ട് ആക്കാൻ കേട്ടോ. നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ എനിക്ക് ചെറുതായിട്ട് കയ്യും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അരിയൊക്കെ വെള്ളത്തിലിട്ട് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ കാര്യം നമ്മൾ നോക്കണമല്ലോ. ഈ പനിയാണെങ്കിലും തലവേദന ആണെങ്കിലൊക്കെ നമുക്ക് അധികം രാവിലെ ആയിരിക്കും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സെറ്റാവും അല്ലേ. അപ്പം എഴുന്നേൽക്കാൻ കുറച്ചൊരു പണിയായിരിക്കും നമുക്ക്, തലയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വേഗം അപ്പത്തിന് അങ്ങനെ മാവട്ടിച്ചാൽ അത് പിന്നെ കുറച്ചൊരു പണി കുറവായിരിക്കുമല്ലോ നമുക്ക് ഇതാക്കുക. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കുറച്ച്, അപ്പോൾ അതൊക്കെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഞാൻ കമൻ്റ് ഒന്നും അധികം പെട്ടെന്ന് കാണാത്തൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരാഴ്ച, തിരക്കുകളുടെ ഒരാഴ്ചയായിരുന്നു. എന്തൊക്കെയോ തിരക്കാണ്, ഒരു മിനിറ്റ് നമുക്ക് ഒഴിവില്ലാത്തൊരാഴ്ച. എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ വീട്ടമ്മമാരുടെ അവസ്ഥ. അതൊക്കെ തന്നെ അല്ലേ. മക്കളെ എത്രത്തോളം മക്കളുണ്ടോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 മക്കൾ, 3 മക്കൾ പ്രശ്നങ്ങൾ, 3 മക്കൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനേ ഉണ്ടാവുള്ളൂ. മക്കൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തിരക്ക് കൂടും, മക്കൾ കുറയുന്നതിനനുസരിച്ച് തോടും തിരക്ക് കുറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ടൈം ലൈഫ് കേട്ടോ. അപ്പോൾ മോളും ഒരു ദിവസമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു പനി അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് ഒക്കെ അവിടെ പോയിട്ട് മരുന്ന് കൊടുക്കാൻ ഓളെ ഹസ്ബൻഡിന് എന്താ വെച്ചാൽ മരുന്നൊക്കെ കൊടുക്കുക അറിയുന്നത് ഭയങ്കര പേടിയാട്ടോ. മോളുടെ ഹസ്ബൻഡിന് പിടിച്ചു കൊടുക്കുക, കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസം പോവുകയോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ തിരപ്പ് പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര പേടിയാണ്. അപ്പോൾ വേഗം ഇവിടെ കൊണ്ടാക്കണതാട്ടോ. നമ്മൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ നോക്കിക്കോളും, ഞങ്ങൾ നോക്കുന്നുള്ളൊരു വിശ്വാസമാണ്. മാറി അപ്പോൾ വന്ന് കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ച് സുഖം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ കൊണ്ടുപോകും. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള അവരോട് ഉണ്ടാകുമ്പോഴുള്ളൊരു പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അവരും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കഴിഞ്ഞു. പിന്നെ ഞാനും ഇതൊന്നും പിന്നെ ഇപ്പോൾ എൻ്റെ കെട്ടിയവന് മാത്രമേ ഉള്ളൂ. നീനുട്ടി ഇനി ഈ ആഴ്ച ഒക്കെ ഞായറാഴ്ചയാണ് ലീവ് എന്ന് പറയുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഒന്നുകൂടി സ്റ്റാർട്ടാക്കാൻ. 10-ാം തീയതി സ്റ്റാർട്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നാ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ തന്നെ നടക്കുന്നില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മളങ്ങനെ കഴിക്കൂലേ. അല്ലെങ്കിൽ ഫുഡികളായതുകൊണ്ടാണല്ലോ വണ്ണം വെക്കണത്. അപ്പോൾ ഞാൻ കുറേ പറയാറുണ്ട്, എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, ഞാൻ ചോറ് കഞ്ഞി അങ്ങനെ കൂടുതൽ കഴിക്കണേ. കാരണം മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് കഴിച്ചാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് കൂടുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ പനിച്ചു കൊണ്ടുള്ള ഒരു ദിവസം ഇവിടെ മരുന്നൊക്കെ കഴിക്കട്ടെ, ഒരു കട്ടിൻ ചായയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കുടിക്കട്ടെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതും ഇങ്ങനെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഒന്ന് മദ്രസ പോയിട്ടില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇന്നലെ ചെറിയൊരു തല മിന്നൽ പോലെ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഇന്ന് ഞാനെന്നാൽ പിന്നെ മദ്രസക്ക് പോകണം. മദ്രസക്ക് നേരത്തെ എഴുന്നേറ്റ് പോകണമല്ലോ. സ്കൂൾക്ക് തന്നെ പോകാൻ പറ്റുമോ, ഇനിയിപ്പോൾ ഡോക്ടർ കാണിക്കേണ്ടി വരുമോ എന്നറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അപ്പം ഒരു തലമിന്നലും കൂടെ ഒപ്പം വരും കേട്ടോ. ഇന്നാളെ അവൾക്ക് വയറ് എന്തോ ഫുഡ് കഴിച്ചിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വയറിനെന്തോ വന്നപ്പോഴേക്കും പിന്നെ തലമിന്നലൊക്കെ വന്നു. അപ്പോൾ ഞാൻ കരുതി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പ്രശ്നം വരുമല്ലോ, ഫുഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ തലമിന്നൽ ഛർദിയൊക്കെ വരുമല്ലോ എന്ന് കരുതി ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പനിക്കുമ്പോഴും തലമിന്നൽ പെട്ടെന്ന് വരിക. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ കാണിക്കണം എന്നിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടോളെ. അപ്പോൾ ഇന്നലെ രാത്രി അവൾ ട്യൂഷനൊക്കെ പോയി വന്നപ്പോൾ പിന്നെ എന്തോ ചെറിയൊരു തലമിന്നൽ പോലെയൊക്കെ തോന്നി. പിന്നെ വേഗം ഉറങ്ങിയിട്ടോ, വേഗം ഉറങ്ങാൻ പറഞ്ഞു. ഞാനിങ്ങനെ ചിലപ്പോൾ കുറേ നേരം സ്ട്രെസ്സായിട്ടായിരിക്കും. ട്യൂഷനാണെങ്കിൽ ഇപ്പോൾ എക്സാമൊക്കെ വരില്ല, ഓണപരീക്ഷയൊക്കെ തുടങ്ങാനായില്ലേ. അപ്പോൾ പിന്നെ 5:30 തുടങ്ങിയിട്ട് രാത്രി 9:30 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം ഉറങ്ങാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്, മേലേക്ക് സ്കൂൾക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കണം. അപ്പം അവൾ മുടി കെട്ടാൻ നോക്കിയപ്പോൾ മുടിമ്പോൾ കുത്തുന്ന സംഭവം കാണാനല്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഐറൂസിനെ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമിലാക്കാൻ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു മുടിമ്പോൾ കുത്തിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഐറു ഉറങ്ങുന്ന റൂമിലാട്ടോ, അത് ഇനി എടുക്കാൻ പറ്റില്ല. കാരണം ആ വാതിൽ തുറന്ന ഐറു എഴുന്നേൽക്കും,
അപ്പോൾ അത് പിന്നെ തുറക്കണ്ട എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. വേറെ മുടിമേൽ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മേലേക്ക് വന്നപ്പോൾ യൂണിഫോം നോക്കിയപ്പോൾ അതും അതിൻ്റെ ഉള്ളിലാട്ടോ. ഞാൻ ഈ അലക്കിയതൊക്കെ പുറത്തുനിന്ന് മടക്കി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഓരോന്നോരോന്ന് അതിൽ റൂമിൻ്റെ ഉള്ളിൽ ടീപ്പോയിമലാണ് അത് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് തുറക്കല്ലാതെ വേറെ വഴിയില്ല അല്ലേ. അപ്പോൾ വേഗം പിന്നെ ഞാൻ മെല്ലെ തുറന്ന് നോക്കിയിട്ട്, അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് എന്താ അറിയില്ല വാതിലും കിട്ടുക അമ്പലത്തിൽ അവരുടെ ഒരു കട്ടിപ്പാട്ട് തുറക്കാൻ തന്നെ കിട്ടില്ല. തുറക്കുമ്പോൾ ചെറിയൊരു സൗണ്ടും വരും, ചെറുതല്ല അത്യാവശ്യം വലിയ സൗണ്ടാണ്. അപ്പോൾ അത് കേട്ടാൽ പിന്നെ എന്തായാലും അറിയാലോ ഐറൂസ് അങ്ങോട്ട് എഴുന്നേൽക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ യൂണിഫോമിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അധികം ഇങ്ങനെ നോക്കിയേക്കാൻ പറ്റില്ല. ഞാനത് മെല്ലെ തുറന്ന് വഴയത് ഐറൂസിൻ്റെ പിന്നാലെ കിട്ട് ചാടി പോന്നിട്ടുണ്ട്. അവനിങ്ങനെ പൂച്ചോർക്കായിട്ട് ഇങ്ങനെ കിടക്കുക, കണ്ണ് ചിമ്പി കിടക്കുക തോന്നും. ഞാനെൻ്റെ വാതിൽ മെല്ലെ തുറക്കുമ്പോൾ അപ്പം ഇങ്ങോട്ട് അറിഞ്ഞു ചെയ്തിട്ട് നീ എണീറ്റ് എൻ്റെ കൂടാണ് പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇതുമൂന്ന് താപ്പം ചുട്ടപ്പോൾ ഓനും വന്നിട്ട് ഇങ്ങനെ അപ്പം കൊടുക്കുകയാണ് കേട്ടോ. അവന് ഇങ്ങനെ ദോശയൊക്കെ ചൂടോടുകൂടി കഴിക്കണതൊക്കെ ഇഷ്ടമായിട്ടോ. അവിടെ മോളും ഓന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ദോശ മാവൊക്കെ ഇപ്പോൾ മോളും തന്നെ ഒറ്റയ്ക്ക് എന്നോട് ചോദിച്ച് പഠിച്ച് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ദോശയൊക്കെ ചൂടും മോളും. പിന്നെ ഇന്ന് ഓരോ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോളുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓക്കെന്നെ ഒരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓളെ വിശേഷങ്ങളൊക്കെ ഓൾ അതിലൂടെ ഇട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാത്ത നോക്കുക. അവിടെ പിന്നെ എമ്മയുണ്ട്, ഉപ്പല്ല അവിടെ ഓളെ ഹസ്ബൻഡിന് ഉപ്പല്ല ഉമ്മ ഉണ്ട്, പിന്നെ പെങ്ങളുണ്ട്. പെങ്ങളെ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പോൾ വീട്ടിൽ ഒളിപ്പുള്ള വീട്ടിൽ എന്ന് വെച്ചാൽ സ്വന്തം വീടാണ്. ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഓളെ മോളുവിൻ്റെ ഹസ്ബൻഡ് കല്യാണത്തിന് മുന്നേ വീടൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളോ പ്ലാന് അങ്ങനെയുള്ള ടെൻഷനൊന്നും അവൾക്കില്ല കേട്ടോ. പിന്നെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഓളും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓളെ ഹസ്ബൻഡ് പിന്നെ രാവിലെ പോയാൽ പിന്നെ രാത്രി വരുള്ളൂ. ഈ രാത്രി ലേറ്റായിട്ട് മോളുൻ്റെ ഹസ്ബൻഡ് വരുള്ളൂ കേട്ടോ. കാരണം സ്വന്തമായിട്ടുള്ള സ്ഥാപനമൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് എല്ലാ പരിപാടി കഴിഞ്ഞിട്ടേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ +1 +2 റിപ്പീറ്റേഴ്സ് ആ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ പിന്നെ മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടേ വരുള്ളൂ. അപ്പോൾ രാത്രി നല്ല ലേറ്റായി വരും. ആ സമയത്താണ് എൻ്റെ ഐറൂസിൻ്റെയും അവൻ്റെ പിച്ചിൻ്റെയും കളി കാര്യങ്ങളും ഓലെ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഉറങ്ങാതായിട്ട് ഇപ്പോൾ ഇവിടെ വന്നാലും ഒരു രാത്രി ഉറങ്ങുക എന്ന് പറയുന്ന സമയം ഒരു മണി 2 മണിയൊക്കെ ഉണ്ടാവാതെ ഐറൂസിൻ്റെ കണ്ണങ്ങോട്ട് ചിമ്പൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ 1 മണി 2 മണിയൊക്കെ ആവും. അതാണ് ഞങ്ങൾ എണീക്കാനും ഇത്ര ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ വേഗം ഈ രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കാര്യമായിട്ട് ദോശമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് പനിക്കാൻ വരുന്ന പോലെയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം അതങ്ങോട്ട് അരച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ രാവിലത്തെ ടെൻഷനില്ല. പിന്നെ കുറച്ച് മീൻകറി ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ മോളൂന് മീൻ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട്. ഓള് രാവിലെ അങ്ങനെ ദോശയൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ കാര്യമായിട്ട് വേണ്ടത് എൻ്റെ ഹസ്ബൻഡിനും പിന്നെ ഇതുമൂന്ന് മാത്രം മതി മീൻകറി. അപ്പോൾ അതവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ദോശ വേഗം ചുട്ടെടുത്താൽ എൻ്റെ പണി തീരുമല്ലോ. അങ്ങനെ അയറ് വന്ന് ഞാൻ ആ ചൂടോട് കൂടി അവന് എന്താ പറയുക ദോശയൊക്കെ കുറച്ച് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ചൂട് ഇപ്പോൾ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ദോശ കൊടുത്തപ്പോൾ ചൂട് എന്ന് പറഞ്ഞ് ബാഗ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ചൂടാറ്റിയൊക്കെ കൊടുത്ത് അങ്ങനെ ഓനങ്ങനെ സെറ്റാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഓനെന്താ വെച്ചാൽ പ്ലേറ്റിലിട്ട് കൊടുത്താൽ പിന്നെ ആകെ കളിയാട്ടോ. അതെടുത്ത് അപ്പെടുത്തിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ നടക്കുന്നതിനിടയിൽ കയ്യിൽ ഇങ്ങനെ കൊടുത്താൽ ചെറിയ പീസ് ഇങ്ങനെ കയ്യിൽ കൊടുത്താൽ അങ്ങനെ കഴിച്ചിങ്ങനെ നടക്കും. അപ്പോൾ എല്ലാം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതാ കണ്ടോ ഒരു കഷ്ണം കൊടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ച് വലിക്കൂട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത ഒരു പീസും കൂടി കിട്ടാനാണെന്ന്. അപ്പോൾ ഞാൻ ചെറിയ പീസായി വന്ന് എടുത്ത് കൊടുക്കും, അത് കഴിക്കും. പിന്നെ ക്ലാസ്സിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് ചായപ്പിരാന്തനാണ് കേട്ടോ. അത് പിന്നെ മാതിരി ആവുമോയെന്ന് എനിക്കറിയില്ല. നല്ല പാൽ ചായ ആയാലും കട്ടൻ ചായ ആയാലും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മോള് പറയും ഇവിടുന്ന് എനിക്ക് ചായയൊക്കെ കിട്ടും, അവിടുന്ന് ഞാൻ തരൂല കേട്ടോ എന്നൊക്കെ പറയും. ഇവിടുന്ന് ഇങ്ങനെ എമ്മിച്ച് ഇങ്ങനെ എനിക്ക് ഓരോന്ന് ഉണ്ടാക്കി എന്ന് ശീലമാക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തരാനൊന്നും ഒക്കെ പറ്റൂല കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ മോള് നല്ല കുക്കിങ്ങൊക്കെ നല്ല പഠിച്ച് വന്നിട്ട് കേട്ടോ. ദോശയൊക്കെ മാവ് അരച്ച് വെച്ചവനൊക്കെ ചുട്ട് കൊടുക്കും, ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കും, പുട്ട് ഉണ്ടാക്കി കൊടുക്കും. കാരണം ആദ്യത്തെ പോലെ ഇല്ലല്ലോ. അപ്പോൾ മക്കളുണ്ടായാൽ പിന്നെ നമ്മൾ തന്നെ പഠിക്കേണ്ടി വരും. ആദ്യമൊക്കെ ദോശമാവ് അങ്ങനെ വാങ്ങലായിരുന്നു കേട്ടോ. ദോശമാവ് വാങ്ങും, അതേപോലെ തന്നെ പുട്ടുപൊടി വാങ്ങും, അതിൽ തേങ്ങ ചിരണ്ടിയത് വരെ കിട്ടുമല്ലോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല, ഇനി ഐറൂസിന് കൊടുക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെന്നെ അരിയൊക്കെ അരച്ച് ഉഴുന്നൊക്കെ ഇട്ട് അരച്ച് ദോശമാവൊക്കെ ഉണ്ടാക്കി ഒക്കെ ദോശ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഈ ചായയൊക്കെ അങ്ങനെ എന്താ പറയുക പാൽ ചായയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കിട്ടില്ല, അത് ഞാൻ തരൂല എന്നൊക്കെ പറയും. എന്തായാലും ഇതുമോനൊക്കെ മുടിയൊക്കെ വാർന്ന് സെറ്റാക്കി. ഇതുമോന് മുടി വാരാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആട്ടോ. ഭയങ്കര കട്ടിയുള്ള മുടിയാട്ടോ അത്. അതേപോലെ തന്നെ പെട്ടെന്ന് വലുതാവും ചെയ്യും, നല്ല നീളം വെക്കും, അങ്ങനത്തെ ഒരു മുടിയാണ്. പക്ഷേ അന്ന് നമുക്ക് ഉള്ളുണ്ട്, നല്ല ഉള്ളുള്ളതായതുകൊണ്ട് തന്നെ വാരാനും അതേപോലെ തന്നെ പെട്ടെന്ന് കെട്ട് വരും ചെയ്യും. ഉള്ളിൽ കയറി കെട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മുടിയാട്ടോ. മോളൂൻ്റെതും
അങ്ങനെയൊക്കെയുള്ള മുടി ആയിരുന്നേ. പക്ഷേ പിന്നെ ഓള് പിന്നെ ഇപ്പോൾ ഓള് ഇങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കളർ ചെയ്യണോണ്ട് മുടി അങ്ങനെ നോക്കുന്നത് കൊണ്ടും ഇപ്പോൾ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. നല്ല ഒരു നല്ല മുടിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു. എനിക്ക് മെരുക്കി കൊണ്ടുവക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതുമുണ്ട് ഞാൻ വേഗം എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും, അധികം വലുതാവുമ്പോഴേക്കും വേഗം കട്ട് ചെയ്ത് ചെറുതാക്കും. കാരണം ഓക്കെന്നെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്ന് ഇടങ്ങേറാവുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നാഥനിപ്പോൾ കുറച്ച് പെട്ടെന്ന് വലുതായിട്ടുണ്ട്. സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കെട്ടി കൊടുക്കുക, പിന്നെ മുടഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കട്ടോ. രാത്രിയാണ് കുളിക്കുക. കാരണം പിന്നെ ഓക്കെ ഈ രാവിലെ മുതൽ ഇപ്പം മദ്രസക്ക് പോകുമ്പോഴും സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ഈ മഫ്ത ഇടുന്നതുകൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മഫ്തിട്ട് അമർന്നിങ്ങനെ കിടക്കില്ല. അപ്പോൾ ഇങ്ങനെ നീരിറക്ക സംഭവം മൂക്കിനൊക്കെ ഉള്ളിലൊക്കെ കുരു ഉണ്ടാവുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ മൂക്കിൽ കുരുവൊക്കെ വരുന്നത് ഈ നീരിറക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ മഫ്ത അങ്ങനെ കുറേ നേരം ഇടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് രാവിലെ കുളിച്ച് പോണതുകൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ രാത്രി കുളിപ്പിക്കും. കുറച്ചായിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി കുളിച്ചാൽ അതായത് രാവിലെ ആകുമ്പോഴേക്കും മുടിയൊക്കെ ഉണങ്ങും. നമ്മൾ നല്ലോണം മുടഞ്ഞിട്ട് മൊക്കനെയൊക്കെ ഇട്ട് പോകുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുമ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഐറൂസിന് പോകണം. അത് പിന്നെ എന്തായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ പിന്നാലെ ബൈക്കിൻ്റെ സെൻട്രലായിട്ട് ഇതുമ്മുൻ്റെ ഒപ്പം ഇരുത്തിയിട്ട് ആ ഒരു വളവ് വരെ കൊണ്ടാവും. പിന്നെ അവിടെ നിന്ന് കിട്ടി ഞാനൊരു വലിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഭയങ്കര പണിയാണ്. ഭയങ്കര കരച്ചിലാണ്. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പ്രശ്നമല്ല. ഇതും ഉണ്ടാകുമ്പോൾ ഓനെ പിടിച്ചോളൂ. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പിടിക്കാൻ ആളുണ്ടാവില്ലല്ലോ. വൈക്കുമേലെ പോരുമ്പോൾ ഓൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കാനുള്ള ഇത് ആയിട്ടുമില്ല. ഓൻ്റെ അപ്പച്ചിക്ക് അങ്ങനെ ബൈക്കുമേലെ അങ്ങനെ കൊണ്ടുപോയി ശീലമല്ല. അവിടെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ വണ്ടിയിൽ അങ്ങനെ കൊണ്ടുപോകാമെന്നല്ലാതെ കാറിലങ്ങനെ ബൈക്കുമേൽ പിടിച്ച് പോകാനുള്ള ഒരു ബാലൻസ് ഐറൂസിനായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദൂരം അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓന് പറ്റിയിട്ടില്ല കേട്ടോ. തീരെ പറ്റിയിട്ടില്ല. ഇന്നെ എന്തൊക്കെയോ അടിക്കണോണ്ട് കുത്തണമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇതുമുനെ കൊണ്ടാക്കി വന്നിട്ട് അത് ഉളപ്പിച്ച് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ അങ്ങനെ ചൂടോട് കൂടി അങ്ങനെ ദോശ അങ്ങനെ ചുട്ടെടുക്കട്ടെ. ഇതുവരെ ഐറൂസ് ഇവിടെ ഉണ്ട് ഈ മേശപ്പുറത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഓനെ കാണാനില്ല. നോക്കുമ്പോൾ ഓന് പിന്നെ അപ്പം കൊണ്ടുപോയിട്ട് സോഫേൻ്റെ അവിടെ പോയി വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അത് അവിടെ അപ്പുറത്ത് ഇങ്ങനെ ഓനില്ലായിട്ട് ഇത് അവിടെ ഇപ്പം ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് ഓനോടെ എന്നത് അവിടെ അപ്പുറത്ത് ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ ഫോണിൽ ബേബി ബോയ് എന്ന് അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗെയിമുണ്ട്. അത് കണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഐറൂസിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ ഏതായാലും എൻ്റെ കെട്ടിയവനവിടെ ഫുഡ് കഴിക്കട്ടെ. നല്ല ദോശയും മീൻകറിയൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കണം. കാരണം തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. പക്ഷേ എപ്പോഴും എനിക്ക് മൂക്കടപ്പൊന്നും റെഡി ആയിട്ടില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ കുറേ ദിവസം വീഡിയോ ഇടാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി വീഡിയോ ഇടുകയാണ്. വീഡിയോ ഇത് കണ്ട് നമ്മൾ വീഡിയോ കണ്ട് മടുപ്പ് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമല്ലേ ഇടണുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 1.5 ഇടവിട്ട് ദിവസം ആക്കിയത് കേട്ടോ. കാരണം എന്താ ഇപ്പോൾ എടുത്തത് തന്നെ ഇടല്ലേ എന്നുള്ള ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ 1.5 ആക്കിയത് വീഡിയോ. അപ്പം മടുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോ ഇടണമെങ്കിൽ വീഡിയോ നമുക്ക് ഇടാം. അല്ല മടുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 1-2 ദിവസം കൂടുമ്പോൾ ഇടാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓണായിട്ട് എനിക്ക് ആ ചായ കുടിച്ചാൽ തന്നെ നമ്മുടെ അറിയാമല്ലോ നമുക്കൊന്ന് തലയ്ക്കൊന്ന് ലെവലാവുള്ളൂ. അപ്പോൾ മോളുവിനുള്ള ഫുഡ് വേഗം റെഡി ആക്കുകയാണ് കേട്ടോ. ഓൾ ഈ ഒരു നേരം രാവിലെ എഴുന്നേറ്റിട്ടാണ് ഓൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. വൈകുന്നേരം എന്തെങ്കിലും കോഫിയോ ചിലപ്പോൾ ബട്ടർ കോഫി കുടിക്കും. അല്ലെങ്കിൽ കോഫി മധുരം ഇടാത്ത കട്ടൻ കാപ്പിയോ അയക്ക് ബദാം നട്ട്സ് ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഓട്സ് ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഓട്സ് എന്തോ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. ഓട്സ് കഴിച്ചപ്പോൾ എന്തോ ഒരു എന്തോ ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ വൈകുന്നേരം അധികം നട്ട്സും പിന്നെ എന്താ പറയുക ഈത്തപ്പഴം അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഓക്ക് ഒരു 11 മണി ആ ഒരു സമയത്താണോൾ കഴിക്കുക. ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയാണ്. എന്തായാലും എന്നോട് അധികം പറയാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നോട് അമ്മച്ചിൻ്റെ വീഡിയോയിൽ പറയണ്ട, ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഓക്ക് ഞാൻ ഒരു നേരമല്ലേ ഫുഡ് കഴിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം നല്ല വെണ്ടക്ക ഉപ്പേരിയും പിന്നെ എന്താ പറയുക പിന്നെ മീനായിരുന്നു കേട്ടോ. നല്ല മീനുണ്ടായിരുന്നു. അപ്പോൾ മീൻ പൊരിച്ചിട്ട് മസാലയൊക്കെ തേച്ച് നമ്മൾ ഈ ഒരു എന്താ പറയുക നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള പൊതിഞ്ഞ് വെച്ചൊരു മീനും പിന്നെ അതിലേക്ക് മുട്ട പുഴുങ്ങിയതും അതാണ് ഇന്നോള് ഭയങ്കര ഇഷ്ടമായിട്ടോ.
മീൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ വറ്റിച്ച് കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വറ്റിച്ചെടുത്ത് പോക്ക് ഭയങ്കര ടേസ്റ്റ്. പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓള് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഐറൂസിന് കൊടുത്തത് നല്ല തക്കാളി കൂട്ടാനും ദോശയാണ് കേട്ടോ. അത് ഇതും ആ ചുവപ്പ് കളർ കാണുമ്പോൾ അതിൽ നല്ല എരുണ്ട്. അല്ല ഓന് മുളക് പൊടിയൊന്നും ഇല്ലാതെ കാശ്മീരി ചില്ലി കുറച്ചിട്ടിട്ട് പിന്നെ എന്താ ഫിഷ് മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കിയ ഒരു കറിയാട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമായി. എരുല്ലല്ലോ ഓൻ. അത് നന്നായിട്ട് ദോശയൊക്കെ കൂട്ടി ഓനും കഴിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതുമ്മു വന്നത്. സ്കൂൾ വിട്ട് അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒക്കെ ആ സമയം അവിടുന്ന് ഇങ്ങനെ തലമിന്നലുണ്ടായി. ഭയങ്കര തലമിന്നലും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് ഒക്കെ ഒറ്റയ്ക്ക് നടന്നു പോരാൻ പേടിയായിട്ടോ. അപ്പോൾ പിന്നെ ഉളപ്പച്ച് പോയി കാണാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം പോകണ്ടെന്ന് പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അരീക്കോട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ വേഗം കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രഷറിൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ അസുഖമല്ലേ, ചെറിയ കുട്ടികളാണ്, പിന്നെ പ്രഷർ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കിട്ടോ. അപ്പോൾ പോലെ പ്രഷറൊക്കെ അപ്പം തന്നെ നോക്കി. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ ബ്ലഡിൻ്റെ കുറവായിരിക്കും, ബ്ലഡിൻ്റെ കൗണ്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് വെറുതെ നമ്മൾ പിന്നെ അതും ഇതും ഡോക്ടർമാരെ കാണിക്കണ്ടല്ലോ, നമുക്ക് മഞ്ചേരി നല്ല പിന്നെ ജോസ് ആൻ്റണീനെ കൊണ്ടുപോയി കാണിക്കാം. അതാവുമ്പോൾ ഓളെ ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ അസുഖം നമ്മളെ ഇവിടെ അരീക്കോട് ഡോക്ടർമാരെ ഒന്ന് കാട്ടിയിട്ട് മാറാത്ത അസുഖം ഉണ്ടെങ്കിൽ വേഗം ജോസ് ആൻ്റണീനായിട്ടോ കാണിക്കുക. പോയാൽ പിന്നെ എന്തായാലും അസുഖം കണ്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല. മൂപ്പരെ കാണിക്കുമ്പോൾ പിന്നെ മൂപ്പര തന്നെ എന്തെങ്കിലും ചെക്കപ്പോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ വേഗം ഞാൻ എൻ്റെ മൂപ്പര് സ്കൂൾ ബസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ വേഗം റെഡി ആവാമെന്ന് കരുതി ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളൂന് കാപ്പി മതി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ചായ മതി എന്ന് പറഞ്ഞു. മൂപ്പർക്ക് ഇതാ ഒരടുപ്പത്ത് കാപ്പിക്കും വെള്ളം വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് പിന്നെ എന്താ ഗ്യാസ് അടുപ്പത്ത് നമ്മൾ ചായക്കും വെള്ളം വെച്ചിട്ട് 2 അടുപ്പത്ത് വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മോളൂന് ഇതാ ബദാം വറുത്ത് തരുമോ എന്ന് ചോദിച്ചു. ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്താൽ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വറുത്ത് കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണം. ബദാം നമ്മൾ പിന്നെ വെറുതെ ചട്ടിയിലൊന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ആയാലും മതി, നെയ്യാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടി, ബട്ടറിലായാലും ഇച്ചിരി മതി. അത് ബട്ടർ ഉണ്ടോ നെയ്യ് ഉണ്ടോ എന്നൊന്നും അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ചെറിയ ചൂടിൽ ഇങ്ങനെ നമ്മൾ കടലൊക്കെ വറുക്കൂലേ അതുപോലെ ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് കഴിക്കാൻ. നമ്മൾ ബദാം വെറുതെ കഴിക്കണേക്കാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പർക്കുള്ള ചായ ഉണ്ടാക്കിയത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കോഫി കുടിക്കുകയാണ് കേട്ടോ. ഇത് കുടിച്ചിട്ട് വേണം വേഗം ഇനി പോവാൻ. ഇതും മൂന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അപ്പോഴാണ് മോളൂൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് ഇന്ന് ഓലെ കൊണ്ടുപോകാൻ. ഇന്ന് ഐറൂസിന് പനി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ, സുഖമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഐറൂനെ കാണാൻ പൂതിയാവുണ്ട്, ഐറൂസിൻ്റെ ഉപ്പച്ചി കിട്ടുക. അപ്പോൾ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു ഞങ്ങൾ പോവും, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴേക്കും ഞാനും പോവും എന്നൊക്കെ പറഞ്ഞ് കാത്തുകിട. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആവുകയാണ്. ഇതുമൂന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓളും റെഡി ആയിട്ടുണ്ട്. പിന്നെ മോളും അതാ മോളൂൻ്റെ ഹസ്ബൻഡിനെ കാത്ത് ഓളും റെഡിയായി കാത്ത് നിൽക്കുകയാണ്. ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 7 മണി 7 ആ സമയത്ത് കേട്ടോ. അപ്പോൾ ജോസ് ആൻ്റണീനെ ഞാൻ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു 7:30 ആകുമ്പോഴേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വേഗം കാണിക്കുക, ബുക്ക് ചെയ്യേണ്ട, വേഗം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വേഗമാണ്ട് റെഡി ആയതാട്ടോ. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒക്കെ പേടിയല്ലേ. ഇതുമ്പോൾ നീനുട്ടിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് എന്നെ കാണിച്ചിരുന്നെങ്കിൽ കാൽഷ്യം കുറവ് അങ്ങനെ വിറ്റാമിൻ കുറവ് അങ്ങനെ ഉണ്ടാവില്ലേനല്ലോ എന്ന്. ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് എല്ല് ഡോക്ടറെ. നമ്മളിപ്പോൾ കാലുവേദന ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കാണിക്കുക. അവർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ, വിറ്റാമിൻ്റെ ഗുളികയൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കാൽഷ്യത്തിന് കുറവുണ്ട് എന്നാണ്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല ബട്ടർ കോഫിയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ബട്ടർ കോഫി കൊടുക്കും. പിന്നെ എല്ലാം കാൽഷ്യമുള്ള ഫുഡുകളാണ് അധികം കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ വേദനൻ്റെ സംഭവം ഇല്ല കേട്ടോ, കാൽവേദനയൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. നല്ല മാറ്റമുണ്ട്. ഗുളികയുണ്ട്, ഗുളിക കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാനാണ് പറഞ്ഞത് കേട്ടോ. ഏതായാലും ഞങ്ങളൊക്കെ റെഡി ആയി പോകുന്ന മോളുൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറാനേ നിന്നിട്ടില്ല, കാരണം ഞങ്ങൾ പോകാൻ നിൽക്കല്ലേ. അപ്പോൾ പോകാൻ നിൽക്കണതുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നില്ല കേട്ടോ. അതുപോലെ ഇറങ്ങി ഒരു പോയ ശേഷം ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ. പിന്നെ മോള് ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് അവളെ കല്യാണത്തിന് മുമ്പ് എടുത്ത ഡ്രസ്സാട്ടോ. ഇവിടുന്ന് ഞാൻ ഏതോ പെരുന്നാൾക്ക് വാങ്ങിയതാണ്, അവൾ കല്യാണമൊക്കെ നടക്കുന്നതിന് മുന്നേ. അപ്പോൾ ആ ഡ്രസ്സ് ഓള് ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് നോക്കിയതാട്ടോ. അപ്പോൾ കറക്റ്റ്
കറക്റ്റ് ഫിറ്റ് നമുക്ക് ഭാഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ നേരെ പോവാം. അപ്പോൾ ഇതുമൂന്ന് ഇങ്ങനെ ചെറുതായിട്ട് തല മിന്നുകൊണ്ട് അവളവിടെ കിടക്കണുണ്ട് കേട്ടോ. പിന്നെ എണീക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. അങ്ങനെ കടന്നാൽ അധികം തല മിന്നൂലേ. പിന്നെ ഏതായാലും ഞങ്ങൾ വേഗം തന്നെ ഡോക്ടറെ അടുത്തെത്തി. അവിടെ ചെന്നപ്പോൾ നല്ല വളരെ എന്താ പറയുക ഒഴിവായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ഫ്രീ ആയി മരുന്നും ഗുളികയൊക്കെ വാങ്ങി. ഒരാഴ്ചക്കുള്ള ഗുളിക തന്നത്. കഫക്കെട്ടിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അപ്പോൾ തലേൻ്റെ അവിടെയൊക്കെ നീര് ഉണ്ട് കാരണം നെറ്റിമലൊക്കെ. അപ്പോൾ ആ നീരുള്ളതുകൊണ്ടായിരിക്കും തലമിന്നൽ എന്ന് ആവിയൊക്കെ പിടിച്ച് നോക്കാനും പിന്നെ ഒരാഴ്ചക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. സുഖമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞങ്ങളെ അവിടുന്ന് കാണിച്ചപ്പോൾ ഏതായാലും മഞ്ചേരി വരെ വന്നതല്ലേ, എനിക്ക് കുറച്ച് ക്ലോത്ത് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. ഞാൻ കല്യാണങ്ങളൊക്കെ 9-ാം തീയതി ഒരു കല്യാണം ഉണ്ട്. പിന്നെ അടുത്ത മാസം എൻ്റെ നാത്തൂൻ്റെ അനിയത്തിൻ്റെ കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ 2 കല്യാണമൊക്കെ നമ്മളെ ഫാമിലിയിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് വാങ്ങാം, കുറച്ചൊരു നല്ലൊരു ഡ്രസ്സ്. ഞാൻ അങ്ങനെ അധികം ഞാൻ അറിയാലോ അങ്ങനെ ഒക്കെ കോട്ടൻ്റെ ക്ലോത്ത് വാങ്ങുക, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുക, ഇടുക. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് നമ്മളെ ഒരു 1,500 രൂപേൻ്റെ ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്തിടുന്ന അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇടാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നല്ലത് വാങ്ങും. അപ്പോൾ മോളൂരെ കല്യാണത്തിനൊക്കെ ആയിരിക്കും ഞാൻ നല്ല ഹെവി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇടുക. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ അപ്പോൾ ഇപ്രാവശ്യം 2-3 കല്യാണം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല കുറച്ചൊരു റേറ്റിലുള്ള ക്ലോത്ത് തന്നെ വാങ്ങിയിട്ടുണ്ട്. കസവ് കേന്ദ്രയ്ക്ക് വന്നിട്ട് വേഗം വാങ്ങി. ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മഞ്ചേരിക്ക് വരണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ച് അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു ഇനി അവിടെ കയറുന്നില്ല, നല്ല ലേറ്റായിന്, ഇനി വീട്ടിൽ കയറി ഓലും കൂടി ബുദ്ധിമുട്ടി കിട സമയം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓലൊക്കെ കിടക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. അപ്പോൾ ഞാൻ കയറുന്നില്ല, ഇനി പിന്നെ വരണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്നലെ പിന്നെ അതൊക്കെ അവിടെ തന്നെ ആയിരുന്നല്ലോ, മഞ്ചേരിയിൽ തന്നെ എപ്പോഴും അവിടെ തന്നെയാണല്ലോ കല്യാണമായിട്ടും പരിപാടിയായിട്ടും ഒക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് ഉമ്മ ഫോൺ വെച്ച് ഇപ്പോൾ പോകുന്ന വയ്ക്കൽ ഇതാ എൻ്റെ കിട്ടിയവന് മന്തിക്കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ. കാരണം നല്ല വിശപ്പുണ്ട്, ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ വീട്ടിലെന്താ ഉള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കാരണം ഉച്ചയ്ക്ക് ദോശയായിരുന്നു. ഇന്ന് രാവിലെ ദോശയായതുകൊണ്ട് ഉച്ചക്കും ദോശയായിരുന്നു. കാരണം എൻ്റെ പിന്നെ ഹസ്ബൻഡ് അതന്നെ മതി, ചോറ് വെക്കണ്ട, ഐറൂസ് പിന്നെ ഓനെ നോക്കിക്കോ, കുട്ടീനെ നോക്കിക്കോ, കുട്ടിക്ക് പനിയുള്ളതല്ലേ, ഐറൂനെ നോക്കിക്കോ, അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ഉച്ചക്കും ദോശയും മീൻകറി പിന്നെ ചിക്കനായിട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ചിക്കൻ ഉണ്ട്, പിന്നെ ദോശമാവൊക്കെ ഉച്ചക്കൻ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് ഒന്നുമില്ല. ചേർന്ന് ഞാൻ വേണമെങ്കിൽ നെയ്ച്ചോറോ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി തരാം, കുക്കറിലല്ലേ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട, അവിടെ ചെന്ന് ഉണ്ടാക്കണ വരെ വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് കുറച്ച് ഹാഫ് മന്തിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഒരു 10-10:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. നമുക്ക് ഫുഡൊക്കെ അവർക്ക് വിളമ്പി കൊടുക്കാം അല്ലേ. 2 ആൾ പാവങ്ങളാണ്, വിശന്ന് നിൽക്കുകയാണ്, വേഗം ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴാണ് ഇതുമൂൻ്റെ പിന്നെ എന്താ ഇൻസ്റ്റയിൽ ഇതുമൂൻ്റെ പാട്ട് വന്നത് കേട്ടോ. ആക്കിയും പുൽപ്പറ്റ എന്നുള്ള പിന്നെ ഇൻസ്റ്റാ പേജിൽ ഉള്ള ഒരു പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വൈറലായിട്ടുണ്ട്, 1 മില്യൺ വ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓളെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഓളാണോ അത് ഇതുമാണോ അതെന്ന്. പിന്നെ അതിൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ കസവ് കേന്ദ്രയിൽ പോയപ്പോൾ അവിടുന്ന് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാൾ ഷീബ എന്നാണ് കേട്ടോ പേര്, എൻ്റെ അടുത്ത് വന്നു. ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ട്, വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ എന്താ പറയുക എന്നോട് സംസാരിച്ചു. അപ്പോൾ യൂട്യൂബിൽ കാണാറുണ്ട്, ഞാൻ ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞാൻ ഭയങ്കര പൊലിവിലായിരുന്നു. ഇവിടെ വന്നൊക്കെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു, പിന്നെ തുത്തൂനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇതും പിന്നെ കളിയാക്കുന്നുണ്ടോ ഉമ്മച്ചിക്ക് ഇനിയിപ്പോൾ അത് മതി, ഭയങ്കര ബമ്പായി നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമില്ലേ, നമ്മളറിയാത്ത ഒരാളെ നമ്മളെ കണ്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.